എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്, ജൂൺ 5. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന ഈ വർഷം എടുത്തിരിക്കുന്ന ഒരു വാക്യം, അതായത് നമ്മുടെ മണ്ണ് നമ്മുടെ ഭാവി എന്നാണ്. നമ്മുടെ മണ്ണ് നമ്മുടെ ഭാവി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മണ്ണിന് വളരെ പ്രാധാന്യമുണ്ട്. ആ മണ്ണിലാണല്ലോ നമുക്ക് ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും, അതായത് ഭക്ഷണത്തിന് ആവശ്യമുള്ള, പിന്നെ അതുപോലെ നമുക്ക് പാർപ്പിട യോഗ്യം എല്ലാം മണ്ണാണ്. അപ്പോൾ ഈ മണ്ണിനെ സംരക്ഷിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്നും അത് ആ മണ്ണിനെ ശരിയായിട്ട് സംരക്ഷിക്കാത്തത് കൊണ്ടാണ് തുടർന്നുള്ള എല്ലാ പ്രയാസങ്ങളും വരുന്നത് എന്നുള്ളതാണ് കണ്ടെത്തൽ. അതായത് അപ്പോൾ നമ്മൾ ഒരു വർഷം തന്നെ 2400 കോടി ടൺ മണ്ണ് ഓരോ വർഷവും ഒലിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മണ്ണിനെ ഭൂമിയിൽ തന്നെ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. കാരണം എന്നാലേ നമുക്ക് നമ്മുടെ ആ ഒരു പരിസ്ഥിതി നമുക്ക് ശരിക്കും ആ ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് എന്താ പറയുക, എല്ലാം ചെറിയൊരു രീതിയിൽ എല്ലാവർക്കും ചെയ്യാം. നമ്മൾ വീട് കെട്ടുമ്പോൾ നമ്മുടെ പറമ്പ്, അതുപോലെ അതിലൊക്കെ വെള്ളം താഴ്ന്നു പോകാനുള്ള ഒരവസരം ഉണ്ടാക്കുക. പിന്നെ അതുപോലെ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാനുള്ള ചെടികളും ഒക്കെ ഉണ്ടാക്കുക, ഒക്കെ നടുക. അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമ്മൾ ഒരുപാട് കോൺക്രീറ്റ് ഇട്ടൊക്കെ എല്ലാ സ്ഥലവും അടച്ച് വെക്കേണ്ട കാര്യമില്ല. കുറച്ച് സ്ഥലമൊക്കെ നമുക്ക് ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ ഈ അമിതമായിട്ട് പെട്ടെന്ന് ഈ ഫ്ലഡൊക്കെ വരുന്നത് ഒഴിവാക്കാം. പിന്നെ 3 കാര്യങ്ങളാണ് പരിസ്ഥിതിയെ സ്വാധീനിക്കുന്നത്. അതായത് മനസ്ഥിതി, വ്യവസ്ഥിതി, പിന്നെ അതുപോലെ മനസ്ഥിതി, വ്യവസ്ഥിതി, പിന്നെ പരിസ്ഥിതി. അപ്പോൾ നമ്മുടെ ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഈ 3 കാര്യങ്ങളാണെന്ന് പറയാം. നമ്മൾ ഒരു നല്ല മനസ്ഥിതി ഉണ്ടായാൽ മാത്രമേ നമ്മൾ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും നല്ലതൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ. അപ്പോൾ ഒരു നല്ല മനസ്ഥിതി നമ്മുടെ കുട്ടികളിലും വളർത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ സ്കൂൾ ലെവലിൽ തന്നെ ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ എൻ്റെ ഒരു എനിക്ക് തോന്നുന്നുള്ളത്, ഈ ആഘോഷങ്ങൾ ഇപ്പോൾ പരിസ്ഥിതി ദിനം സ്കൂൾ ആഘോഷിക്കുന്നുണ്ട്, പക്ഷേ അതൊരു ആഘോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ശരിക്കും നിരന്തരമായിട്ട്, നമ്മുടെ കുട്ടികൾ വിചാരിച്ചാൽ തന്നെ നമുക്ക് കേരളത്തെയും ഇന്ത്യയും ഭാരതത്തെയും ഒക്കെ വളരെ ശ്രേഷ്ഠമാക്കി മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ കുട്ടിയും തന്നെ ഒരു ഇനീഷ്യേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മാതാപിതാക്കളിൽ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ നമ്മുടെ മണ്ണും നമ്മുടെ വീടുകളിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ അതെങ്ങനെ പരിരക്ഷിക്കണം നമുക്ക് നമ്മുടെ പാഠ്യപദ്ധതിയിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. പക്ഷെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് എല്ലാം ഒരു ചടങ്ങായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പഠനം ഒരു ഭാഗത്ത്, നമ്മൾ കുട്ടികൾ വിചാരിക്കുന്നത് ഇത് മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ചോദ്യം. കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് കുട്ടി ചിലപ്പോൾ 2-3 ഉത്തരങ്ങൾ എഴുതും. ചൂട് കൂടുന്നു, അല്ലെങ്കിൽ സമുദ്രനിരപ്പിൽ വെള്ളം ഉയരുന്നു. ഇതൊക്കെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്നതാണ്. അമിതമായ മേഘവിസ്ഫോടനങ്ങൾ, പിന്നെ അമിതമായ ചൂട് കൂടുന്നത്, അതൊക്കെ നമ്മളിപ്പോൾ കണ്ടതാണല്ലോ ഈ ഒരു വേനൽക്കാലത്തും. അത് കഴിഞ്ഞ ഉടനെ മഴ വരുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളക്കെട്ട് ഒക്കെ. അപ്പോൾ ഇതൊക്കെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന. പക്ഷേ നമ്മുടെ കുട്ടികൾക്കും തന്നെ ആ ഒരു കാര്യം ഒരു ആൻസർ എഴുതാനുള്ള ഒരു രീതിയിൽ നമ്മൾ അതിനാക്കി മാറ്റുന്നു. പക്ഷെ അങ്ങനെയല്ല, ഒരു പ്രകൃതിയെ സ്നേഹിക്കുന്ന കുട്ടികളായിട്ട് നമ്മുടെ കുട്ടികൾ മാറണ്ടേ. ഇന്നിപ്പോൾ ലോക പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞിട്ട് കുറേ ചെടികളൊക്കെ സ്കൂളിലൊക്കെ നമ്മൾ വിതരണം ചെയ്യും. ഇതൊക്കെ ഞാനും ഒക്കെ ചെയ്തതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ചെയ്യുന്നത് അവിടെ കൊണ്ട് നിൽക്കുകയാണ്. അതാണ് നമ്മുടെ പ്രശ്നം. ഈ സ്കൂളിൽ തന്നെ ഇതിൻ്റെ ഒരു മോണിറ്ററിങ്ങും ഇതിനെ തുടർന്ന്
എന്തൊക്കെ ചെയ്യണം, അങ്ങനെ അത് പോകണം. ഇപ്പോൾ ബയോളജിയും അതുപോലെ അങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക. നമ്മുടെ എത്ര ബയോളജിയും അതിനെ റിലേറ്റ് ചെയ്തിട്ട് എത്ര ടീച്ചർമാരുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ ഭാരതത്തിൽ, അല്ലെങ്കിൽ ലോകത്തിൽ എത്ര ടീച്ചർ. ഓരോരുത്തരും വിചാരിച്ചാൽ ആ ഒരു പ്രകൃതിയോടുള്ള ഒരു സ്നേഹം അത് നിലനിർത്തുകയും നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് കുട്ടികളിൽ എത്തിക്കണം. കുട്ടികളിൽ എത്തിക്കുക വഴി നമുക്ക് പാരൻസിനെ എത്തിക്കാൻ പറ്റും. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ 3 കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്: മനസ്ഥിതി, വ്യവസ്ഥിതി, പരിസ്ഥിതി. അതായത് മനസ്ഥിതി എന്ന് പറഞ്ഞാൽ നല്ല മനസ്ഥിതി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ തോന്നും. പിന്നെ പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന ഈ കാര്യങ്ങൾ, അതായത് നമ്മുടെ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതെങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതൊരു കൂട്ടായ്മയാണ്. അപ്പോൾ ആ ഒരു ആ മനസ്ഥിതിയിൽ നിന്നാണ് പിന്നെ ഒരു വ്യവസ്ഥിതി ഉണ്ടാകുന്നത്. വ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മ അതുണ്ടാവുന്നത്. നമുക്കിത് എങ്ങനെ ചെയ്യണം, ഈ സമൂഹത്തിൽ ഇതിനെങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതാണ് ആ വ്യവസ്ഥിതി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ സ്ഥാപനങ്ങളുടെയും ഒരു കൂട്ടായ്മ. അതിലിപ്പോൾ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ, അതുപോലെ കുട്ടികളുടെ തന്നെ സംഘടനകളൊക്കെ ക്ലാസ്സിൽ കോളേജുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് ഇഫക്റ്റീവായിട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് ദോഷമെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ് ഈ ദുരന്തത്തിന് നമ്മൾ തന്നെയാണ് അതിൻ്റെ ഇരകളായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആരാണ് അതിന് ഇരകളാവുന്നത്? നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു നാട്ടിലത്തെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ എല്ലാം വന്നതിന് ശേഷമാണ് അതെന്താണ് എന്നൊക്കെ പറഞ്ഞ് കമ്മീഷനൊക്കെ വെച്ച് പിന്നെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുള്ളൂ. അല്ലാതെ ആദ്യമേ പ്രിക്വേഷൻ എടുക്കുന്ന ഒരു സ്വഭാവം വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. അതെന്താണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ നല്ല ദീർഘവീക്ഷണമുള്ള ഭരണത്തിലുള്ളവരും അതുപോലെ എല്ലാം ദീർഘവീക്ഷണമുള്ളവരായിരിക്കണം. അതുപോലെ നമ്മുടെ എല്ലാം ഭരണവും നിയന്ത്രിക്കുന്നവർ, നമ്മുടെ സമൂഹത്തെ നിയന്ത്രിക്കുന്നവർ, അവർക്കൊക്കെ ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഒരു 100 വർഷം അല്ലെങ്കിൽ ഒരു 100 വർഷം 200 വർഷം മുമ്പിൽ കാണാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ മാത്രമേ ഇതെല്ലാം നടപ്പിലാവൂ. അപ്പം നമ്മളിപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനവും അതെല്ലാം ഈ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മനസ്ഥിതി ആദ്യം മാറണം. അപ്പോൾ വ്യവസ്ഥിതിയിലൂടെയാണ് മനസ്ഥിതി നല്ലതായാൽ വ്യവസ്ഥിതിയും ശരിയാവും. അപ്പോൾ ഈ നമ്മുടെ ഒരു വ്യവസ്ഥിതി എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നവരാണ് പലതിനെയും അവരുടെ പിടിയിലാണ് പലതും, അവരുടെ സ്വാധീനത്തിലാണ് പലതും. അവർ വിചാരിച്ചാലേ പലതും നടക്കുള്ളൂ. ഇപ്പോൾ വനം വകുപ്പ്, പരിസ്ഥിതി വകുപ്പ്, ഇപ്പോൾ ഒരാൾക്ക് വിചാരിച്ചാൽ ചെയ്യുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി പദ്ധതികൾ ആവിഷ്കരിക്കണം. അത് എങ്ങനെ നടപ്പിലാകാമെന്ന് വളരെ ആലോചിച്ച് അത് നിരന്തരം അതിൻ്റെ മോണിറ്ററിങ് വേണം. അതാണ് നമുക്കില്ലാത്ത. നമ്മൾ ചെടികളൊക്കെ നടും, അത് കഴിഞ്ഞാൽ അത് കരിഞ്ഞും വല്ല മൃഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. പിന്നെ അപൂർവം ചെടികൾ നിലനിൽക്കും. അങ്ങനെയൊക്കെയാണ് നമുക്ക് കാണുന്ന ഒരു കാഴ്ച. പിന്നെ ചില സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ കൊണ്ടുപോകുന്ന അവരുടെ പറമ്പിലൊക്കെ വെച്ച് അങ്ങനെയുണ്ട്. നല്ല കുറേ ചെടികൾ നമുക്ക് അങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുവരുന്നവരുണ്ട്. പക്ഷേ ഒരു 70% ഇതെല്ലാം ആഘോഷങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. അതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ഒരു കാരണം. അതാണ് നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥതയില്ല. ഉള്ളത് പറയണമല്ലോ, നമുക്ക് ആത്മാർത്ഥതയില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്താൽ അതിന് ഫലം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ആ ഫലത്തിനായിരിക്കണം അത് എത്രത്തോളം ഓരോ വർഷം കഴിയുമ്പോഴും ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി. ഇപ്പോൾ നമ്മുടെ പരിസ്ഥിതി വകുപ്പുണ്ട്, നമ്മുടെ കൃഷി വകുപ്പുണ്ട്. അപ്പോൾ കൃഷിയൊക്കെ അതിൻ്റെ ആ കാര്യങ്ങൾ ചിട്ടയായിട്ട് പോകുന്നുണ്ടോ, അത് എത്രത്തോളം നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിൽ അതിൽ എന്തൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റും, ഇതൊക്കെ നമ്മൾ ശരിക്കും നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പരിസ്ഥിതിയെ രക്ഷിക്കാൻ നമുക്ക് കഴിയും. പിന്നെ അതിനനുസരിച്ചുള്ള കൃഷി രീതികൾ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ളത്, പിന്നെ അതുപോലെ
ചെരുവായ പ്രദേശങ്ങളിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് 2400 കോടി ടൺ ആണ് ഒരു വർഷം ഈ ഭൂമിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും വരുമ്പോൾ അത് എല്ലാ ഭാഗത്തും അതിൻ്റെ സ്വാധീനം ഉണ്ടാവും. പിന്നെ അപ്പം നമുക്ക് വേണ്ട 3 സ്ഥിതികളാണ്. മനസ്ഥിതി ഉണ്ടായെങ്കിൽ ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ നമ്മുടെ വ്യവസ്ഥിതി ശരിയാവും. ആളുകളൊക്കെ വരും, നമ്മുടെ ഭരണത്തിലുള്ളവരൊക്കെ വന്ന് ഇതിനൊരു എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷേ എല്ലാം ഉണ്ടാകുമ്പോഴും നമ്മളെല്ലാം വന്നതിന് ശേഷമാണ് ചെയ്യുന്നത്. ഏത് കാര്യവും മുൻകൂട്ടി ഇപ്പോൾ ഇതെങ്ങനെ വേണം, ഇതിങ്ങനെ വരുമോ, അപ്പോൾ മഴ വന്നാൽ എന്ത് സംഭവിക്കും, മഴ വന്നാൽ ഇത്രയും വെള്ളം വരുമോ, വന്നാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയൊക്കെ ഒരു ചിന്തകൾ ഉള്ളിടത്തോളം കാലം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാടിന് ഒരു പുരോഗതി എന്ന് പറയുന്നത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിതെല്ലാം എന്താ പറയുക, നമ്മൾ ഈ എല്ലാം എഴുതി വെച്ചതുപോലെ പോവുകയാണെങ്കിൽ ഒരു കാര്യമില്ല. കാരണം ഏട്ടിലെ പശു പുല്ല് തിന്നുമോ എന്ന് ചോദിച്ച പോലെയാണ്. കാരണം അത് വേറെ, എഴുതി വെച്ച കാര്യങ്ങൾ വേറെ, പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം. എത്രയോ കാലം മുമ്പ് എഴുതി വെച്ച കാര്യങ്ങളിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നമ്മൾ നിന്നിട്ട് കാര്യമില്ല. ഓരോ വർഷവും പ്രകൃതി മാറുകയാണ്, കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് PhD ഒക്കെ എടുത്ത ഒരുപാട് അഗ്രികൾച്ചറൽ ലെവലിൽ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അവരെയൊക്കെ ഉപയോഗപ്പെടുത്തണം ശരിക്കും. അപ്പോൾ ഇത് എങ്ങനെ ഇത്രയും നന്നായിട്ട് ഇപ്പം നമ്മളൊരു ചെടി നടുന്നതോടുകൂടി നമ്മുടെ പരിസ്ഥിതി ആഘോഷം അവിടെ തീരുകയാണ് ശരിക്കും. അങ്ങനെയല്ല, നമ്മൾ ഈ വെറുതെ ആഘോഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആഘോഷങ്ങളിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കി നിർത്തുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ദോഷമെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അപ്പോൾ മനസ്ഥിതി വേണം, വ്യവസ്ഥിതി, അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മനസ്ഥിതി ഉണ്ടായാലും അത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ പിന്നെ ഇത് രണ്ടുമുണ്ടെങ്കിൽ പരിസ്ഥിതി നേരെയാവും. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ബാക്കിൽ നിന്നാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പരിസ്ഥിതിയെ ആദ്യം നേരെയാക്കാൻ പറ്റുമോ നോക്കുന്നു. പക്ഷേ ആ പരിസ്ഥിതിയിൽ നിന്ന് നമുക്ക് മനസ്ഥിതിയിലേക്ക് എത്താമോ എന്നാണ് നോക്കുന്നത്. ആദ്യം മനസ്ഥിതിയാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഞാൻ ഒരു ഒരു പത്രത്തിൽ വായിച്ചത്, നമ്മുടെ ക്ലാസ് റൂം സിറ്റുവേഷൻസിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അത് സ്കൂളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അത് കോളേജുകളിലും ഒക്കെ ഈ പരിസ്ഥിതിയും അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ എല്ലാ ലെവലിലും അതിൻ്റെ അവയർനെസ് കൊടുത്തുകൊണ്ട് ഏത് സബ്ജക്റ്റ് പഠിക്കുന്ന ഒരാൾക്കും ഈ പരിസ്ഥിതിയും നമ്മുടെ ഭൂമിയും അത് ഒരു സബ്ജക്റ്റായിട്ട് മാറണം. അങ്ങനെ മാറുമ്പോൾ ഓരോ വ്യക്തിയും ഈ നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു കാര്യങ്ങൾ എന്താണെന്ന് ഒരു അവയർനെസ് ഉണ്ടാവും. അപ്പോൾ ഏതിലും ഇപ്പം ചോരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. അപ്പം നമ്മൾ ഈ കാലം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ഭൂമി അതില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു നിലനിൽപ്പ് എന്താണുള്ളത്? അപ്പോൾ പെട്ടെന്നൊരു മഴ വന്ന് എല്ലാം കൂടെ ഒലിച്ച് പോവുകയാണെങ്കിൽ നമ്മളും നമ്മുടെ വീടും ഒന്നിനും ഒരു നിലനിൽപ്പില്ല. അപ്പോൾ നമ്മുടെ ഒരു നാടും. അപ്പോൾ ഇതിനൊക്കെ നിലനിൽപ്പ് വരണമെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്താഗതിയൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു. എല്ലാം കംപ്ലീറ്റ് ഒരു അഴിച്ചുപണി നടത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ മനസ്ഥിതി ഉണ്ടാക്കിയിട്ട് ആദ്യം ഒരു അവയർനെസ്, പിന്നെ അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ അതിൻ്റെ കാര്യങ്ങളിലേക്കും അതിൻ്റെ ഭരണ സംവിധാനങ്ങളിലേക്കും പോകണം. അതിന് കൂട്ടായ പ്രവർത്തനങ്ങൾ വേണം. അത് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഓട്ടോമാറ്റിക്കായി നല്ലൊരു പരിസ്ഥിതി നമുക്കുണ്ടാക്കും. അപ്പോൾ അതാണ് 3 സ്ഥിതികളുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മനസ്ഥിതി, വ്യവസ്ഥിതി, പരിസ്ഥിതി. ഇത് 3ഉം ഇങ്ങനെയാണ് വരേണ്ടത്. നമ്മൾ ബാക്കിൽ നിന്ന് തുടങ്ങണം. പരിസ്ഥിതി, വ്യവസ്ഥിതി, മനസ്ഥിതി. അവസാനം മനസ്ഥിതി കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോഴേക്കും എല്ലാം നമ്മളുടെ കൈവിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പ്രകൃതിയുടെ ദുരന്തങ്ങൾ എല്ലാ വർഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് പ്രകൃതിക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും. ഇതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇത് 3 കാര്യങ്ങളും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിനുണ്ട്. അതാണ് ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു അപാകത എന്ന് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു.
കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഭൂമിയെ മാതാവായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ പുത്രന്മാരാണ് എന്ന് പറയുന്നത്. അല്ലയോ ഭൂമി, ഞങ്ങൾ എടുക്കുന്നതെല്ലാം ഞങ്ങൾ വേഗം തിരിച്ച് അവിടെ തന്നെ വളർന്നു വരട്ടെ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരം. അതുപോലെ പിന്നെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ഭൂമിദേവിയെ വന്ദിക്കുക. പ്രഭാത വന്ദനത്തിൽ ഭൂമിദേവിയെ വന്ദിക്കുന്നത്. എണീറ്റ് കാല് നമ്മൾ കിടക്കുന്ന ആ ബെഡിൽ നിന്ന് കാല് ഭൂമിയിലേക്ക് വെക്കുമ്പോൾ തന്നെ പറയേണ്ട സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്നാണ്. അപ്പോൾ എൻ്റെ പാദങ്ങൾ ഞാൻ വെക്കുന്നത് പോലും ഭൂമിദേവി അങ്ങ് ക്ഷമിക്കണേ എന്നാണ്. അതായത് പാദം സ്പർശം എന്ന് പറയുന്നത് എത്ര ലൈറ്റാണ്. പക്ഷേ ഞാൻ അറിയാതെ എത്രയോ ഒരു പാദം നമ്മൾ ഭൂമിയിൽ വയ്ക്കുമ്പോൾ എത്രയോ ജീവജാലങ്ങൾ അതിൽ ആ പാദത്തിനടിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാദസ്പർശം ക്ഷമിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടെ അതിൽ ഉണ്ട്.